ഫ്രണ്ട്സ്, വെൽക്കം ടു എക്സാം വൈ ലേണിംഗ്. നമ്മൾ സ്കൂളുകളിൽ കോമ്പറ്റീറ്റീവ് എക്സാമിൻ്റെ കാലഘട്ടമാണ്, അല്ലെങ്കിൽ ആ സമയമാണ്. നമുക്കറിയാം എംസാറ്റ് STSC എക്സാമിൻ്റെ ഫിസിക്സിലെ ഒരു റെക്കോർഡഡ് വീഡിയോ ആയിട്ടാണ് നമ്മൾ വന്നിട്ടുള്ളത്. നമുക്കറിയാം മലപ്പുറം സഹോദരി ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ്, സയൻസ് ടാലൻറ്റ് സെർച്ച് എക്സാമിനേഷൻസ് നമ്മൾ CBSE സ്റ്റേറ്റുകാർക്കൊക്കെ നടത്തുന്ന എക്സാമാണ്. CBSEക്കാർക്ക് നടത്തുന്നതാണ് എംസാറ്റ്, സ്റ്റേറ്റുകാർക്ക് നടത്തുന്നതാണ് STSC. ഓക്കെ, സോ ഇതിനൊക്കെ വരുന്ന കോമൺ ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് നമ്മൾ എടുത്തിട്ട് അത് ഒരു റെക്കോർഡ് വീഡിയോസ് ആയിട്ടാണ് ചെയ്യുന്നത്. ഓക്കെ, എംസാറ്റിനെ സംബന്ധിച്ചിടത്തോളം ഫിസിക്സിന് അത്രയ്ക്ക് വെയിറ്റേജ് ഇല്ല, എന്നാലും ചില ചാപ്റ്റേഴ്സ് ഇപ്പോൾ 10ാം ക്ലാസ്സിലാണെന്നുണ്ടെങ്കിൽ ലൈറ്റ് എന്ന ചാപ്റ്റർ എംസാറ്റിനെ സംബന്ധിച്ചിടത്തോളം വളരെ ഇമ്പോർട്ടൻ്റ് ആയ ചാപ്റ്ററാണ്. നമ്മൾ ആ കാര്യങ്ങൾ ആദ്യം ഡിസ്കസ് ചെയ്യും. STSCനെ സംബന്ധിച്ചിടത്തോളം വരുന്ന ക്വസ്റ്റ്യൻസും നമ്മൾ എന്ത് ചെയ്യും, ആ ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് നമ്മളിവിടെ ചെയ്യും. കൂടാതെ അതേ ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് കൂടാതെ നമ്മൾ ഫൗണ്ടേഷൻ ലെവലൊക്കെ ചെയ്യുന്ന ക്വസ്റ്റ്യൻസ്, നല്ല ക്വസ്റ്റ്യൻസ്. ഓക്കെ, നമുക്കറിയാം സ്കൂളിലെ ബോർഡ് എക്സാമിന് വരുന്ന ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻ അല്ല, ഡിസ്ക്രിപ്റ്റീവ് അല്ല വരിക, മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസ് വരിക, MCQs, റൈറ്റ്? അത് നമ്മളിവിടെ ചെയ്യും എന്ന്. ഓക്കെ, സോ എല്ലാവരും നന്നായിട്ട് പ്രിപ്പയർ ചെയ്യാം, വീഡിയോസൊക്കെ കാണാം. ഓക്കെ, പ്ലേലിസ്റ്റിൽ വേറെ വീഡിയോസ് ഉണ്ട്, ഫിസിക്സിൻ്റെ ഇനിയും വീഡിയോസ് വരും. ഓക്കെ, സോ അതിന് നിങ്ങൾ എന്ത് ചെയ്യാം, വീഡിയോസൊക്കെ ലൈക്ക് ചെയ്യാം, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം. ഓക്കെ, എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റിൽ ചോദിക്കാം, നിങ്ങളുടെ സജഷൻസ് ഒക്കെ പറയാം. ഓക്കെ, യെസ്, നമ്മളെന്നാ ക്വസ്റ്റ്യൻസിലോട്ട് പോവാം. ക്വസ്റ്റ്യൻസ് പറയുമ്പോൾ അതിൻ്റെ കൂടെ നമ്മൾ തിയറി ഡിസ്കസ് ചെയ്യാണ് ചെയ്യുന്നത്. അപ്പോൾ കുറച്ചും കൂടി നന്നായിട്ട് മനസ്സിലാവും, കുറച്ചും കൂടി നന്നായിട്ട് ഓർമ്മയിൽ നിൽക്കും. ഓക്കെ, സമയം വേസ്റ്റ് ചെയ്യാൻ നമുക്ക് ക്വസ്റ്റ്യൻസിലോട്ട് പോകാം. വിച്ച് ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ് ഈസ് കറക്റ്റ് റിഗാർഡിംഗ് ദ പ്രൊപ്പഗേഷൻ ഓഫ് ലൈറ്റ് ഓഫ് ഡിഫറെൻറ്റ് കളേഴ്സ് ഓഫ് വൈറ്റ് ലൈറ്റ് ഇൻ എയർ? ഓക്കെ, ലൈറ്റ് എന്നുള്ളൊരു ക്വസ്റ്റ്യൻ ആണ്. ലൈറ്റിൽ നമ്മൾ 2 അടിപൊളി ചാപ്റ്റേഴ്സ് പഠിച്ചിട്ടുണ്ട്, ഡിസ്പേർഷൻ ഓഫ് ലൈറ്റ്, ഓക്കെ, അല്ലാതെ മിറേഴ്സിനെ പറ്റി പഠിക്കുന്ന ഒരു ചാപ്റ്ററും, ഓക്കെ, സ്ഫെറിക്കൽ മിറേഴ്സിനെ പറ്റി പഠിക്കുന്ന ചാപ്റ്ററും 10ാം ക്ലാസ്സിലുണ്ട്. ഓക്കെ, കൂടാതെ ലെൻസസിനെ പറ്റി നിങ്ങൾ 9ാം ക്ലാസ്സിലും പഠിപ്പിച്ചിട്ടുണ്ട്. ഓക്കെ, സോ റിഫ്രാക്ഷൻ, റിഫ്ലക്ഷൻ, ആ കാര്യങ്ങളൊക്കെ നിങ്ങൾ ആലോചിച്ച് നോക്കാം. ഡിസ്പേർഷൻ ഓഫ് ലൈറ്റ്, ഓക്കെ, സോ ഡിസ്പേർഷൻ ഓഫ് ലൈറ്റ് നിങ്ങൾ പഠിച്ചിട്ടുണ്ട്. എന്താണ് ഒരു വൈറ്റ് ലൈറ്റ് അല്ലെങ്കിൽ സൺലൈറ്റ് വന്നിട്ട് അതിൻ്റെ വിവിധ ഘടകങ്ങളായിട്ട് സെപ്പറേറ്റ് ചെയ്യുക. അതിൻ്റെ കാരണം എന്താ, ഓരോ കളേഴ്സിനും ഡിഫറെൻറ്റ് വേവ് ലെങ്ത് ആണുള്ളത്. സോ വേവ് ലെങ്ത് കുറഞ്ഞ ആൾക്കാർക്ക് നല്ലോണം ഡീവിയേഷൻ ഉണ്ടാവും, കൂടിയ ആൾക്കാർക്ക് ഡീവിയേഷൻ കുറവായിരിക്കും. എക്സാമ്പിൾ റെഡിന് ഡീവിയേഷൻ കുറവായിരിക്കും. അതുകൊണ്ടാണ് നമ്മൾ റെയിൻബോ എല്ലാം കാണുന്നത്. ആ ഒരു പ്രിസത്തിൽ കളർ ഡിസ്പേർഷൻ എല്ലാം നമ്മൾ പഠിച്ചതാണ്. ഓക്കെ, സോ പ്രൊപ്പഗേഷൻ ഓഫ് ലൈറ്റ്, ഡിഫറെൻറ്റ് കളേഴ്സിൻ്റെ വെലോസിറ്റിൻ്റെ കാര്യമാണ് ഇവിടെ പറയുന്നത്. റെഡ് ലൈറ്റ് മൂവ്സ് ഫാസ്റ്റസ്റ്റ്, ബ്ലൂ ലൈറ്റ് മൂവ്സ് ഫാസ്റ്റർ ദാൻ ഗ്രീൻ ലൈറ്റ്. ഓക്കെ, ഒരു കാര്യമുണ്ട്, ലൈറ്റ് ഒരു ഇലക്ട്രോ മാഗ്നറ്റിക് വേവ് ആണ്. ഓക്കെ, സൗണ്ട് ഒരു മെക്കാനിക്കൽ വേവ് ആണെന്നൊക്കെ നിങ്ങൾ മുന്നേ പഠിച്ചിട്ടുണ്ടാവും. അതുപോലെ ലൈറ്റ് ഒരു ഇലക്ട്രോ മാഗ്നറ്റിക് വേവ് ആണ്. അതിന് ഒറ്റ സ്പീഡേ ഉള്ളൂ. നമുക്കറിയാം ലൈറ്റിൻ്റെ സ്പീഡ് 3 × 10⁸ മീറ്റർ/സെക്കൻഡ് ആണ്. ഓക്കെ, ലൈറ്റ് ഒരു ഇലക്ട്രോ മാഗ്നറ്റിക് വേവ് ആണ്. അതിൻ്റെ സ്പീഡ് എന്ന് പറഞ്ഞാൽ 3 × 10⁸ മീറ്റർ/സെക്കൻഡ് ആണ്. സോ അതിൽ ഇനി റെഡിൻ്റെ വേഗത എത്രയാ, അല്ലെങ്കിൽ റെഡിൻ്റെ സ്പീഡ് എത്രയാ, ബ്ലൂവിൻ്റെ സ്പീഡ് എത്രയാ, ഗ്രീനിൻ്റെ സ്പീഡ് എത്ര, അങ്ങനെയില്ല. ഓക്കെ, ലൈറ്റിൽ വിബ്ജിയോർ കളേഴ്സ് ഉണ്ട്. ഓക്കെ, വിബ്ജിയോർ, ഓക്കെ, എല്ലാവർക്കും ഒരേ സ്പീഡാണ്. ഓക്കെ, സോ ഇനി വയലറ്റിന് വേറെ സ്പീഡ്, റെഡിന് വേറെ സ്പീഡ്, അങ്ങനെയില്ല. ഓക്കെ, ഇവർ തമ്മിൽ വേവ് ലെങ്ത്തിലാണ് ഡിഫറൻസ്. ഓക്കെ, വേവ് ലെങ്ത്തിലാണ് ഡിഫറൻസ്. ആർക്കാണ് കൂടുതൽ വേവ് ലെങ്ത്? വയലറ്റ്. വേവ് ലെങ്ത് increases as we go down. ഓക്കെ, സോ റെഡിനാണ് വേവ് ലെങ്ത് കൂടുതൽ, അയാൾക്കാണ് ഏറ്റവും കുറവ് ഡിസ്പേർഷൻ സംഭവിക്കുക, അല്ലെങ്കിൽ ഡീവിയേഷൻ ഏറ്റവും കുറവ്. ഓക്കെ, നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും. ഇതാണ് സൺലൈറ്റ് എന്നുണ്ടെങ്കിൽ ഡീവിയേഷൻ സംഭവിക്കും അല്ലേ. റെഡ് ആയിരിക്കും ഇവിടെ ഉണ്ടാവുക, വയലറ്റ് ആയിരിക്കും ഇവിടെ ഉണ്ടാവുക. കാരണം റെഡിന് വേവ് ലെങ്ത് ഹൈ ആണ്, വയലറ്റിന് വേവ് ലെങ്ത് കുറവാണ്. ഓക്കെ, സോ അത് സ്പീഡിലെ ഡിഫറൻസ് കൊണ്ടല്ല ഉണ്ടാകുന്നത്, വേവ് ലെങ്തിന് ലാംഡ അല്ലേ, വേവ് ലെങ്തിന്റെ ഡിഫറൻസ് കൊണ്ടാണ് ആ ഒരു ഡിസ്പേർഷൻ ഉണ്ടാവുന്നത്. സോ എല്ലാവർക്കും ഒരേ സ്പീഡാണ്. ഏതൊരു ഓപ്ഷൻ? ഓൾ ദ കളേഴ്സ് ഓഫ് ദ വൈറ്റ് ലൈറ്റ് മൂവ്സ് വിത്ത് സെയിം സ്പീഡ്. മറന്നു പോരുതേ, ഞാൻ പറഞ്ഞ കാര്യങ്ങൾ മറന്നു പോരുതേ. വേവ്സിലെ 2 ടൈപ്പ് ഓഫ് വേവ്സ് ഉണ്ട്. മെക്കാനിക്കൽ വേവ്സ് ഉണ്ട്, പിന്നെയോ ഇലക്ട്രോമാഗ്നറ്റിക് വേവ്സ് ഉണ്ട്. നമ്മുടെ ലൈറ്റ് ആരാണ്? ഇലക്ട്രോമാഗ്നറ്റിക് വേവ് ആണ്. സോ ലൈറ്റിൻ്റെ ഉള്ളിൽ ഇത്രയും കളേഴ്സ് ഉണ്ട്. ഈ കളേഴ്സിനൊക്കെ ഒരേ സ്പീഡാണ്. ഓക്കെ, നല്ല സ്പീഡാണ്. സ്പീഡ് എത്രയാടാ? 3 × 10⁸ മീറ്റർ/സെക്കൻഡ്. മെക്കാനിക്കൽ വേവ് നമ്മൾ സൗണ്ടാണ്. സൗണ്ട് ഒക്കെ പോലുള്ള വേവ്സ് നമ്മൾ മെക്കാനിക്കൽ വേവ്സിന് പിന്നെ നമ്മൾ വീണ്ടും 2ആയിട്ട് തരംതിരിച്ചിട്ടൊക്കെ ഉണ്ട്. ഓക്കെ, നമുക്ക് അതും കൂടി ഒന്ന് ഡിസ്കസ് ചെയ്യാം. വേവ്സിനെ നമ്മൾ 2ആയിട്ട് തരംതിരിച്ചിട്ടുണ്ട്. ഇലക്ട്രോ മാഗ്നറ്റിക് വേവ് EMW എന്ന് എഴുതുന്നുണ്ട്. പിന്നെയോ
മെക്കാനിക്കൽ വേവ്. ഓക്കെ, മെക്കാനിക്കൽ വേവ് മറന്നു പോകരുത്. മെക്കാനിക്കൽ വേവിന് നമ്മൾ രണ്ടായിട്ട് തരംതിരിച്ചിട്ടുണ്ട്. മെക്കാനിക്കൽ വേവിന് നമ്മൾ രണ്ടായിട്ട് തരംതിരിച്ചു. ആരൊക്കെയാടാ? ട്രാൻസ്വേഴ്സ് വേവും ലോഞ്ചിറ്റ്യൂഡിനൽ വേവ്സും. ഓക്കെ, ട്രാൻസ്വേഴ്സ് വേവും ലോഞ്ചിറ്റ്യൂഡിനൽ വേവും ഇപ്പോൾ തമ്മിലുള്ള എക്സാമ്പിൾസ് ഡിഫറൻസ് ഒക്കെ നിങ്ങൾക്ക് ഓർമ്മ ഉണ്ടാവും ഞാൻ വിചാരിക്കുന്നത്. ഓക്കെ, നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും. എന്താടാ ലോഞ്ചിറ്റ്യൂഡിനൽ വേവ്സ് എന്ന് പറഞ്ഞാൽ കംപ്രഷൻസും റാരിഫ്രാക്ഷൻസും ഉള്ള ഇതെങ്ങനെ ഇങ്ങനെ പോകുന്ന റാരിഫ്രാക്ഷൻസ് ഉണ്ടാവും, കംപ്രഷൻസ് ഉണ്ടാവും. ഓക്കെ, കംപ്രഷൻസ് ഉണ്ടാവും, ഇങ്ങനെ പോകുന്നതാണ് നമ്മൾ ലോഞ്ചിറ്റ്യൂഡിനൽ വേവ് പറഞ്ഞാൽ. ട്രാൻസ്വേഴ്സ് വേവ് പറഞ്ഞാൽ അങ്ങനെ ക്രസ്റ്റും ട്രഫും ഉണ്ടാവുന്ന വേവ്സ് നമ്മൾ ട്രാൻസ്വേഴ്സ് വേവ്സ് എന്ന് പറയാം. ഓക്കെ, നമ്മൾ റിപ്പിൾസ് വെള്ളത്തിലൊക്കെ ഉണ്ടാവുന്ന റിപ്പിൾസ് ട്രാൻസ്വേഴ്സ് വേവിന് എക്സാമ്പിൾ ആണ്. ലോഞ്ചിറ്റ്യൂഡിനൽ വേവ്സിന് എക്സാമ്പിൾ ആരാ? നമ്മളെ സൗണ്ട് ലോഞ്ചിറ്റ്യൂഡിനൽ വേവ്സിന് എക്സാമ്പിൾ ആണ്. സോ ഇ എം വേവ് എന്ന് പറഞ്ഞാൽ നമ്മളെ ലൈറ്റ്. ഓക്കെ, ലൈറ്റ്. ഇ എം വേവും മെക്കാനിക്കൽ വേവ്സ് തമ്മിലെ ഡിഫറൻസ് എന്താ? മീഡിയം ട്രാവൽ ചെയ്യാൻ മീഡിയം വേണ്ട ആൾക്കാരാണ് മെക്കാനിക്കൽ വേവ്, മീഡിയം വേണ്ടാത്ത ആൾക്കാരാണ് ലൈറ്റ് വേവ്. അതായത് സൗണ്ട് റിപ്പിൾസിനൊക്കെ സഞ്ചരിക്കാൻ ട്രാവൽ ചെയ്യാൻ മീഡിയം വേണം. ഓക്കെ, മീഡിയം ഇല്ലെങ്കിൽ നമ്മുടെ സൗണ്ടും ലൈറ്റ് അതുപോലെ റിപ്പിൾസ് ഒന്നും ട്രാവൽ ചെയ്യില്ല. റിപ്പിൾസ് വെള്ളത്തിൽ ട്രാവൽ ചെയ്യുന്ന സൗണ്ട് വെള്ളത്തിലും സോളിഡ്സിലും എല്ലാത്തിലും ഓക്കെ ഗ്യാസസിലൊക്കെ ട്രാവൽ ചെയ്യും. ഓക്കെ, ലൈറ്റ് ആണെന്നുണ്ടെങ്കിലോ ലൈറ്റിൻ്റെ മീഡിയം ആണെന്നില്ല. ലൈറ്റ് ഈവൻ വാക്വത്തിലും ട്രാവൽ ചെയ്യും. വാക്വത്തിലുള്ള ലൈറ്റിൻ്റെ സ്പീഡാണ് 3 × 10⁸ മീറ്റർ/സെക്കൻഡ്. ഓക്കെ, മറന്നു പോയി, ഈ കാര്യങ്ങളൊന്നും മറന്നു പോരുത്. യെസ്, ഓക്കെ. ലൈറ്റ് എന്നുള്ള അടുത്തൊരു തിയറി ക്വസ്റ്റ്യൻ നമുക്ക് വായിച്ചു നോക്കാം. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഫിനോമിനൻ കനോട്ട് ബി എക്സ്പ്ലെയിൻഡ് ബൈ സ്കാറ്ററിംഗ് ഓഫ് ലൈറ്റ്? നമുക്കറിയാം സ്കാറ്ററിംഗ് ഓഫ് ലൈറ്റ് നമ്മളൊരു പെർട്ടിക്കുലർ വേവ് ലെങ്ത് ഉള്ള ലൈറ്റ് വന്നിട്ട് നമ്മൾ ഏതെങ്കിലും ഒരു ഒബ്ജക്റ്റിൽ ചെറിയൊരു ഒബ്ജക്റ്റിൽ വന്നിട്ട് മുട്ടുമ്പോൾ അല്ലെങ്കിൽ നമ്മൾ അറ്റ്മോസ്ഫിയറിലുള്ള ചെറിയ പാർട്ടിക്കിൾസ് വന്ന് മുട്ടുമ്പോൾ ലൈറ്റ് സ്കാറ്റർ ചെയ്ത് പോകും അല്ലേ? സ്കാറ്റർ ചെയ്ത് പോകും. ലൈറ്റ് ഇങ്ങനെ വന്നിട്ട് മുട്ടുമ്പോൾ ലൈറ്റ് അതിൻ്റെ ഡിഫറെൻറ്റ് പാർട്ടിലോട്ട് സ്കാറ്റർ ചെയ്ത് പോകും. ഇതിനെ നമ്മൾ സ്കാറ്ററിംഗ് ഓഫ് ലൈറ്റ് എന്ന് പറഞ്ഞിട്ട്. ഓക്കെ, ഇത് വെച്ചിട്ട് നമ്മൾ കുറേ കാര്യങ്ങൾ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. ബ്ലൂ കളർ ഓഫ് സ്കൈ, റൈറ്റ്? ബ്ലൂ കളർ ഓഫ് സ്കൈയെ നമ്മൾ ലൈറ്റിൻ്റെ സ്കാറ്ററിംഗ് വെച്ചിട്ട് എക്സ്പ്ലെയിൻ ചെയ്ത്. എങ്ങനെയാടാ? ഈ സ്കാറ്ററിംഗ് എന്ന് പറഞ്ഞാൽ ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു വേവ് ലെങ്ത് ആണ് സ്കാറ്ററിംഗ്. അതായത് വേവ് ലെങ്ത് കൂടിയാലേ സ്കാറ്ററിംഗ് ഓഫ് ലൈറ്റ് കുറയും. ഓക്കെ, അതുപോലെ വേവ് ലെങ്ത് കുറഞ്ഞാലേ സ്കാറ്ററിംഗ് ഓഫ് ലൈറ്റ് കൂടും. വിബ്ജിയോറിലെ വയലറ്റ് ബ്ലൂ വൈറ്റിൻ്റെ ബ്ലൂ ആ ഒരു കളേഴ്സിനായിരിക്കും ഏറ്റവും കൂടുതൽ കുറവ് വേവ് ലെങ്ത്, ഏറ്റവും കൂടുതൽ സ്കാറ്ററിങ്. സോ നല്ലോണം സ്കാറ്റർ ചെയ്തിട്ട് നമ്മളെ കണ്ണിൽ ബ്ലൂ കളേഴ്സ് എത്തുന്നതുകൊണ്ടാണ് നമ്മൾ സ്കൈൻ്റെ കളർ ബ്ലൂ ആയിട്ട് കാണുന്നത്. ഓക്കെ, വൈറ്റ് കളർ ഓഫ് ദ ക്ലൗഡ്സ് അത് നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യുന്നത് സ്കാറ്ററിംഗ് ഓഫ് ലൈറ്റ് വെച്ചിട്ടാണ്. എല്ലാ കളറും സ്കാറ്റർ ചെയ്ത് നമ്മളെ കണ്ണിലെത്തുമ്പോൾ ഈ ക്ലൗഡ്സിലുള്ള വാട്ടർ മോളിക്യൂൾസ് എല്ലാത്തിനെയും സ്കാറ്റർ ചെയ്ത് നമ്മളെ കണ്ണിലെത്തുമ്പോഴാണ് നമ്മൾ എങ്ങനെ കാണുന്നത്? വൈറ്റ് ക്ലൗഡ്സിൻ്റെ കളർ വൈറ്റ് ആയിട്ട് കാണുന്നത്. ടിൻഡാൽ എഫക്റ്റ് നമ്മൾ പഠിച്ചിട്ടുള്ളതാണ്, റൈറ്റ്? ടിൻഡാൽ എഫക്റ്റ് നമ്മളെ രാവിലെ നിങ്ങൾ ഈ ഊട്ടിയിലൊക്കെ പോകുമ്പോൾ കാണാം. ഈ പൈൻ ഫോറസ്റ്റിലൊക്കെ പോകുമ്പോൾ അതിൻ്റെ ഇടയിൽ കൂടെ ലൈറ്റ് വരുമ്പോൾ, അല്ലെങ്കിൽ നിങ്ങൾ ഏതെങ്കിലും വീടിൻ്റെ അടുത്തുള്ള മരത്തിൻ്റെ ഇടയിൽ കൂടെ ഒക്കെ വരുന്ന ലൈറ്റ് നോക്കിയാൽ മതി. ഓക്കെ, അതിൻ്റെ ഇടയിൽ കൂടെ നമുക്ക് ആ ലൈറ്റിൻ്റെ പാത ശരിക്കും കാണാൻ പറ്റും. ആ ഒരു ഭാഗം മാത്രം ശരിക്കും കാണാൻ പറ്റും. കാരണം എന്താ? നമ്മളെ അവിടുത്തെ പാർട്ടിക്കിൾസ് തട്ടിയിട്ട് ലൈറ്റ് സ്കാറ്റർ ചെയ്യുന്നതാണ് ടിൻഡാൽ എഫക്റ്റ്. ഓക്കെ, ഫോർമേഷൻ ഓഫ് റെയിൻബോ നമുക്ക് എന്ത് വെച്ചിട്ട് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റില്ല? സ്കാറ്ററിംഗ് ഓഫ് ലൈറ്റ് വെച്ചിട്ട് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റില്ല. എങ്ങനെയാണ് ഫോർമേഷൻ ഓഫ് റെയിൻബോയിൽ നമ്മൾ പഠിക്കുന്നത്? റെയിൻബോയിൽ എന്താ നടക്കുന്നത്? രണ്ട് സ്കാറ്ററിംഗ് ഓഫ് ലൈറ്റ്, നമ്മൾ ഡിസ്പേർഷൻ ഓഫ് ലൈറ്റ് ആണ് നടക്കുന്നത്, റൈറ്റ്? ഡിസ്പേർഷൻ ഓഫ് ലൈറ്റും ടോട്ടൽ ഇന്റേണൽ റിഫ്ലക്ഷനുമാണ് നടക്കുന്നത്. പിന്നെ റിഫ്രാക്ഷൻ നടക്കുന്നുണ്ട്. എങ്ങനെയാടാ? നമ്മളിങ്ങനെ വന്നിട്ട് ലൈറ്റ് ഇവിടെ വന്നിട്ട് ഇവിടെ ഡിസ്പേർഷൻ നടന്നിട്ട് തിരിച്ച് ഇവിടെ ഒരു ടോട്ടൽ ഇന്റേണൽ റിഫ്ലക്ഷൻ നടക്കും, ഇവിടെ റിഫ്രാക്ഷൻ നടക്കും. ഓക്കെ, ഇവിടെ ഡിസ്പേർഷൻ നടക്കും. സോ റിഫ്രാക്ഷൻ നടക്കുന്നുണ്ട്, ഡിസ്പേർഷൻ നടക്കുന്നുണ്ട്, ടോട്ടൽ ഇന്റേണൽ റിഫ്ലക്ഷൻ നടക്കുന്നുണ്ട്. അങ്ങനെയാണ് നമ്മൾ എന്ത് കാണുന്നത്? നമ്മളെ റെഡും വയലറ്റും അങ്ങനെ 7 കളറായിട്ട് നമ്മൾ മാടവില്ല് കാണുന്നത്. ഓക്കെ, സോ അത് സ്കാറ്ററിംഗ് വെച്ചിട്ടല്ല നമ്മൾ റെയിൻബോ ഫോർമേഷൻ ഓഫ് റെയിൻബോ എക്സ്പ്ലെയിൻ ചെയ്യുന്നത് സ്കാറ്ററിംഗ് വെച്ചിട്ടല്ല. ഓക്കെ, ഇനി നമുക്ക് കറണ്ട് എന്നുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് ചെയ്ത് നോക്കാം. ഓക്കെ, കറണ്ട് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ചാപ്റ്ററാണ് 10th. ഓക്കെ, നമ്മുടെ കോമ്പിനേഷൻ ഓഫ് റെസിസ്റ്റൻസ്, ഹീറ്റ് എനർജി, പിന്നെ ഇവിടെ പവർ. ഓക്കെ, ആ കാര്യങ്ങളൊക്കെ അതിൻ്റെ ഇക്വേഷൻസ് ഒക്കെ നമ്മൾ ഇവിടെ ഡിസ്കസ് ചെയ്യും. അത് നിങ്ങൾ ആലോചിച്ച് നോക്കാം. ഓക്കെ, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതുകൊണ്ടാണ് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഫിസിക്സിൻ്റെ ലൈവ് വേർഡ് അല്ലെങ്കിൽ റെക്കോർഡിങ്സ് വീഡിയോസ് ഇവിടെ തീരുന്നില്ല. വേറെ
ഒന്ന് രണ്ട് വീഡിയോസും കൂടി ഉണ്ടാവും. സോ നിങ്ങൾ വെയിറ്റ് ചെയ്യാം. ഓക്കെ, ഈ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ലൈറ്റും കറണ്ടും. ഓക്കെ, സോ a 1 ohm and 0.5 ohm resistors are connected in parallel across 3 volt battery. Okay, ഒരു 1 ohmഉം 0.5 ohmഉം നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, ഒരു ബാറ്ററിക്ക് കണക്ട് ചെയ്തിട്ടുണ്ട്. എങ്ങനെയാണ് വരിക, ഇങ്ങനെ. ഓക്കെ, പാരലലി ആണ്. 1 ohm ഉണ്ട്, 0.5 ohm ഉണ്ട്. ഓക്കെ, റെസിസ്റ്റൻസ്. ബാറ്ററിന്റെ വോൾട്ടേജ് എത്രയാ, 3 വോൾട്ട്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ടോട്ടൽ എനർജി ഗിവൺ ഔട്ട് പെർ സെക്കൻഡ്. ടോട്ടൽ എനർജി ഗിവൺ ഔട്ട്, ഏത് എനർജിയുടെ, ഹീറ്റ് എനർജി ബൈ ടൈം. ഇതെന്താണ്, പവർ അല്ലെ. ഇക്വേഷൻ ഒക്കെ ഓർത്ത് വെക്കണം. ഹീറ്റ് എനർജിന്റെ ഇക്വേഷൻ ഏതൊക്കെയാടാ, I²RT. I കറണ്ട്, R റെസിസ്റ്റൻസ്, T ടൈം. അല്ലാതെ വേറെ ഇക്വേഷൻ ഏതാ, VIT. വോൾട്ടേജ്, കറണ്ട്, ടൈം. വേറെ ഇക്വേഷൻ കൂടി V²/R × T. മറന്നു പോരുതേ. ഓക്കെ, പവർ എന്ന് പറഞ്ഞാല് ഹീറ്റ് എനർജി ബൈ ടൈം ആണ്. സോ ഇതിന്ന് എല്ലാത്തിനും ടൈമിനെ കളഞ്ഞാല് നമുക്ക് പവറിന്റെ ഇക്വേഷൻ ആയി I²R V²/R. ഓക്കെ, സോ നമ്മളോട് ചോദിച്ചത് പെർ സെക്കൻഡ് ആണ്. പെർ സെക്കൻഡിലുള്ള എനർജി എന്ന് പറഞ്ഞാൽ പവർ ആണ് നമ്മളോട് ചോദിച്ചത്. സോ പവറിൽ നമുക്ക് ഏതൊക്കെ തന്നിട്ടുള്ളതാ, നമുക്ക് വോൾട്ടേജ് തന്നിട്ടുണ്ട്, റെസിസ്റ്റൻസ് നമ്മളെ ഈക്വലന്റ് റെസിസ്റ്റൻസ് കണ്ടിട്ട് ഇവിടെ കൊടുത്താലേ ആൻസർ ആയി. ഓക്കെ, സോ നമുക്ക് വോൾട്ടേജ് തന്നിട്ടുണ്ട്. വോൾട്ടേജ് എത്ര തന്നിട്ടുണ്ട്, വോൾട്ടേജ് ഇസ് ഈക്വൽ ടു 3 വോൾട്ട് തന്നിട്ടുണ്ട്. ഓക്കെ, 3 വോൾട്ട്. ഇനി നമുക്ക് R ഇക്വലൻസ് കാണാം. ഇത് പാരലൽ ആണ്, നമുക്കറിയാം. R ഇക്വലൻസ് ആണെന്നുണ്ടെങ്കിൽ R1 R2 ഡിവൈഡഡ് ബൈ R1 പ്ലസ് R2 ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും, ഈക്വലന്റ് റെസിസ്റ്റൻസ് കിട്ടും. എത്രയാടാ, 0.5ഉം 1 ആണ്. ഞാൻ 0.5 1/2 എന്ന് വിളിച്ച് ഇൻറ്റു 1 ഡിവൈഡഡ് ബൈ 0.5 പ്ലസ് 1, അതായത് 3/2. ഓക്കെ, 3/2. സോ 1/2 വെട്ടി പോകും. ആൻസർ 1/3 ഓം ഈക്വലന്റ് റെസിസ്റ്റൻസ് വരും. ഓക്കെ, നമുക്ക് ഹീറ്റ് പവർ കാണാം. പവർ ഇസ് ഈക്വൽ ടു V²/R. V എത്ര, 3. സോ 3² 9/R എത്ര, 1/3. സോ ആൻസർ വരും 27. ഓക്കെ, 27 വാട്ട് അല്ലെങ്കിൽ പെർ സെക്കൻഡിലെ എനർജി ആണ് ചോദിച്ചുള്ളതുകൊണ്ട് ജൂൾ. ഓക്കെ, നിങ്ങൾ എങ്ങനെ വേണമെങ്കിൽ ചെയ്യാം. സോ ഇവിടെ V²/R × T ചെയ്താൽ Tക്ക് 1 സെക്കൻഡ് എന്ന് കൊടുക്കണം. സോ ഈ ക്വസ്റ്റനിൽ ഇട്ടാൽ നിങ്ങൾക്ക് ഇതെന്ത് ചെയ്യണം, രണ്ടും ഒന്ന് തന്നെ. Tക്ക് പെർ സെക്കൻഡ് ആയതുകൊണ്ട് 1 സെക്കൻഡ് കൊടുത്താലേ നമുക്ക് ജൂൾ ആൻസർ വരും. ഓക്കെ, 27 ജൂൾ ആണ് ആൻസർ ആയിട്ട് വരിക. മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഓക്കെ, എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമന്റിൽ ചോദിക്കാം. ഓക്കെ, നമുക്ക് തന്നിട്ടുള്ളത് 2 റെസിസ്റ്റൻസ് ആണ്, പാരലലി കണക്ട് ചെയ്തെന്ന് പറഞ്ഞിട്ടുണ്ട്, വോൾട്ടേജ് തന്നിട്ടുണ്ട്. അപ്പോൾ നമുക്കറിയാം ഹീറ്റ് എനർജിന്റെ ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ V²/R × T. പെർ സെക്കൻഡ് ആയതുകൊണ്ട് ടൈമിന് നമ്മൾ 1 സെക്കൻഡ് എന്ന് കൊടുത്തേ. V3 ആണ്. സോ 3² 9 ആണ്. ഓക്കെ, അതല്ലാതെ R ഇവിടെ പാരലൽ ആയിട്ട് കണക്ട് ചെയ്തതാണ്. സോ നമ്മൾ R ഇക്വലൻസ് കണ്ട്, അതിന്റെ ഇക്വേഷൻ ആണ് R1 R2/R1 പ്ലസ് R2. ഓക്കെ, യെസ്. നമുക്ക് ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. An electric bulb is connected to a 220 volt generator. The current is 0.5 ampere. What is the power of the bulb? Easy. Power is equal to VI. നമുക്ക് ഡയറക്റ്റ് ഇക്വേഷൻ ഉണ്ട്. V എത്രയാ, 220 വോൾട്ട്. ഓക്കെ, I എത്രയാ, 0.5, അതായത് 1/2. സോ 110 വാട്ട്. മറന്നു പോരുത്, പവറിന്റെ യൂണിറ്റ് വാട്ട്. യൂണിറ്റ് ഓഫ് പവർ വാട്ട്. യൂണിറ്റ് ഓഫ് ഹീറ്റ് എനർജി അല്ലെങ്കിൽ എനർജി ജൂൾ. ഓക്കെ, പിന്നെയോ കിലോ വാട്ട് ഹവർ ആരും യൂണിറ്റാടാ, കിലോ വാട്ട് ഹവർ നമ്മളെ എനർജിന്റെ യൂണിറ്റ് ആണ്, മറന്നു പോകരുത്. ഓക്കെ, കിലോ വാട്ട് ഹവർ എനർജിന്റെ കൊമേഴ്ഷ്യൽ യൂണിറ്റ് ആണ് കിലോ വാട്ട് ഹവർ. ഓക്കെ, കിലോ വാട്ട് പവർ, ഹവർ ടൈം. സോ പവർ ഇൻറ്റു ടൈം എനർജി. ഓക്കെ, അങ്ങനെയാണ് കിലോ വാട്ട് ഹവർ നമ്മളെ എനർജിന്റെ യൂണിറ്റ് ആയിട്ട് മാറുന്നത്. ഓക്കെ, പിന്നെ റെസിസ്റ്റൻസ് കോമ്പിനേഷൻസിൽ നമ്മൾ എന്തൊക്കെയാണ് പഠിച്ചത്? റെസിസ്റ്റൻസ് കോമ്പിനേഷൻ, 2 റെസിസ്റ്റൻസ് പാരലൽ ആയിട്ട് കണക്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മൾ നേരത്തെ യൂസ് ചെയ്ത ഇക്വേഷൻ, റൈറ്റ്? നമ്മൾ നേരത്തെ ഇക്വേഷൻ R ഇക്വലൻസ് എത്രയുടെ വരാം? R ഇക്വലൻസ് ഇസ് ഈക്വൽ ടു ഇത് R1ഉം ഇത് R2 ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ഡയറക്റ്റ് ആയിട്ട് എഴുതാം R1 R2 ഡിവൈഡഡ് ബൈ R1 പ്ലസ് R2 എന്ന് എഴുതാം. അല്ലെങ്കിൽ പിന്നെ നിങ്ങൾ പഠിച്ച പോലെ എഴുതണം. R പാരലൽ ഇസ് ഈക്വൽ ടു 1/R1 പ്ലസ് 1/R2. ഓക്കെ, ഇതിന്റെ എന്ത് ചെയ്യാം, ക്രോസ് മൾട്ടിപ്ലൈ ചെയ്തിട്ട് റെസിപ്രോക്കൽ എടുത്താലേ ഇക്വേഷൻ എത്തും. സോ ഇക്വേഷൻ പഠിച്ചാൽ നമുക്ക് ഈസി ആയിട്ട് കാണാം. പിന്നെ നമ്മൾ റെസിപ്രോക്കൽ എടുക്കേണ്ട ആവശ്യമില്ല. ഇനി സീരീസ് ആണെന്നുണ്ടെങ്കിലോ, സീരീസ് ആണെങ്കിൽ എല്ലാവർക്കും അറിയാം, ഈസിയാണ്, റൈറ്റ്? R1ഉം R2 ആണെന്നുണ്ടെങ്കിൽ R ടോട്ടൽ എത്രയാ? R1 പ്ലസ് R2. ഓക്കെ, പിന്നെയോ ഇനി 2 എണ്ണം അല്ലാന്ന് വെച്ചാൽ കുറേ എണ്ണം പാരലൽ വെച്ച്. ഓക്കെ, 1 2 3 ഇങ്ങനെ n ടൈംസ് പാരലൽ വെച്ചാൽ എത്രയാടാ? പാരലൽ ആണെന്നുണ്ടെങ്കിൽ R ടോട്ടൽ നമുക്ക് കണ്ണും ചിമ്മി പറയാം. പാരലൽ ആണെന്നുണ്ടെങ്കിൽ
ആർ ടോട്ടൽ പാരലൽ ഇസ് ഈക്വൽ ടു ആർ ബൈ എൻ എന്ന് പറയാം. ഓക്കെ, എല്ലാത്തിനും മേലും ആറാണെന്നുണ്ടെങ്കിൽ നമുക്ക് 1/r പ്ലസ് 1/r2 പ്ലസ് 1/r അങ്ങനെ കൂട്ടി എഴുതേണ്ട ആവശ്യമില്ല. നമുക്ക് ഡയറക്റ്റ് ആയിട്ട് എഴുതാം r/n, ഒറ്റയടിക്ക് പരിപാടി കഴിയും. ഓക്കെ, ഇനിയോ സീരീസ് ആണെന്നുണ്ടെങ്കിൽ നമുക്ക് അതും പറയാം, സീരീസ് ഇസ് ഈക്വൽ ടു NR. ഓക്കെ, n റെസിസ്റ്റേഴ്സ് ഇങ്ങനെ സീരീസ് ആയിട്ട് കുറേ എണ്ണം വെച്ചാലേ നമുക്ക് ഡയറക്റ്റ് ആയിട്ട് പറയാം NR. ഓക്കെ, മറന്നു പോരുത്. നിങ്ങൾ MSAT STSC പോലുള്ള എക്സാംസിന് ഇങ്ങനത്തെ ഇക്വേഷൻസ് എല്ലാം പഠിച്ചു വെക്കുന്നത് ഹെൽപ്പ് ചെയ്യും. ഓക്കെ, ഇത് പാരലൽ കേസ്, ഇത് സീരീസിന്റെ കേസ്, മറന്നു പോരുത്. യെസ്, കോമ്പിനേഷൻ ഓഫ് റെസിസ്റ്റൻസ്, നല്ല ഭംഗിയുള്ള ഒരു കോമ്പിനേഷൻ ഓഫ് റെസിസ്റ്റൻസ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഫൈൻഡ് ദ എഫക്റ്റീവ് റെസിസ്റ്റൻസ് ആണ് ചോദിച്ചത്. നമുക്കതൊന്ന് മാറ്റി വരച്ചാൽ ഈസിയാണ്. നോക്കടാ, ഇവിടെ നമുക്ക് A ഉണ്ട്, പിന്നെയോ ഇതിനിടയ്ക്ക് ഒരു കണക്ഷനും ഇല്ല. ഓക്കെ, സോ ഇതൊരു വയർ ബെൻഡ് ചെയ്ത് നിങ്ങൾ ആലോചിച്ചാൽ മതി, ബെൻഡ് ചെയ്ത പോലെ. അപ്പോൾ ഇത് ഇങ്ങനെയാവും. നോക്ക്, ഇങ്ങനെയാണ് ഇത് കിടക്കുന്നത്, കണ്ടോ? സോ ഇവിടെ B. ഓക്കെ, ഇത് രണ്ടും സെയിം ആണ്. ഓക്കെ, ഞാൻ എല്ലാത്തിനും 6 എന്ന് കൊടുത്ത് ഇവിടെ രണ്ടാൾ 6 ആണ്, ഇവിടെ 2R ആണ്, ഇവിടെ 6 ആണ്. ഓക്കെ, ഇനി ഇത് രണ്ടും സീരീസ്. അവിടെ 2R വരും, ഇവിടെ 2R വരും, ഇവിടെ 2R. സോ 2R ഉള്ള 3 ആൾക്കാർ പാരലൽ ആയിട്ടുള്ളതാണ് ഇതിൻ്റെ എന്താണ് നമ്മൾ മാറ്റി വരച്ചാൽ കിട്ടാൻ പോകുന്നത്. 1 2 3. ഓക്കെ, ഒന്നുമില്ല, ഈ 6 സീരീസ് ആണ്. സോ ഇവിടെ എത്ര വരും? 2R. ഇവിടെ 2R തന്നെ നേരത്തെ ഉണ്ട്, നമ്മളൊന്നും മാറ്റുന്നില്ല. ഈ 6 സീരീസ് ആണ്, ഇവിടെ 2R വരും. ഓക്കെ, ഇനി ഇയാൾ പാരലൽ, ഞാൻ നേരത്തെ പറഞ്ഞ സെയിം റെസിസ്റ്റേഴ്സ് പാരലൽ ആയിട്ട് വെച്ചാൽ എത്ര എണ്ണം വെച്ചാണോ ഡിവൈഡഡ് ബൈ ആ നമ്പർ. എനിക്ക് ഇവിടെ 3 എണ്ണമാണ്. സോ നമുക്ക് പാരലൽ 2R/3 എന്ന് പറയാം. 2R/3 ആൻസർ 2R/3. അല്ലെങ്കിൽ നിങ്ങൾക്ക് എങ്ങനെ കാണാം? 1/2R പ്ലസ് 1/2R പ്ലസ് 1/2R എന്നിട്ട് ടോട്ടൽ കാൽക്കുലേറ്റ് ചെയ്ത് തന്നെ റെസിപ്രോക്കൽ. ഓക്കെ, ബുദ്ധിമുട്ടേണ്ട ആവശ്യമില്ല. ഞാൻ പറഞ്ഞ് ഈസി ആയിട്ട് ചെയ്യാൻ ഡിവൈഡ് ബൈ നമ്പർ ഓഫ് റെസിസ്റ്റേഴ്സ് ചെയ്താൽ മതി. ഈക്വൽ റെസിസ്റ്റൻസസ് ആണെന്നുണ്ടെങ്കിൽ മാത്രമേ ആ ഒരു ഇക്വേഷൻ അപ്ലൈ ചെയ്യാൻ പാടുള്ളൂ. ഏതൊരു ഇക്വേഷൻ? R/n. ഓക്കെ, മറന്നു വരരുത്. ഓക്കെ, നല്ലൊരു ക്വസ്റ്റ്യൻ ആണ്. നമ്മൾ റെസിസ്റ്റൻസ് എന്നുള്ളത് നല്ലൊരു ക്വസ്റ്റ്യൻ ആണ് ഇവിടെ ചെയ്തിട്ടുള്ളത്. നോക്കാം നമുക്ക്. എ ഗിവൺ പീസ് ഓഫ് വയർ ഓഫ് ലെങ്ത് L ആൻഡ് റേഡിയസ് R ഓഫ് റെസിസ്റ്റൻസ് ക്യാപിറ്റൽ R is stretched uniformly. ഓക്കെ, അതായത് നമുക്ക് ആദ്യം ഒരു വയർ ഉണ്ട്, അതിൻ്റെ റേഡിയസ് R ആണ്, ലെങ്ത് L ആണ്. ഓക്കെ, ലെങ്ത് L ആണ്. നമ്മൾ എന്ത് ചെയ്തേ? ഇതിനെ വെച്ച് സ്ട്രെച്ച് ചെയ്യുമ്പോൾ എന്ത് സംഭവിക്കൂടാ? ഇതിൻ്റെ റേഡിയസ് കുറയും സ്വാഭാവികമായിട്ടും. R/2 ആണ് തന്നിട്ട്, ലെങ്ത് കൂടും. സ്ട്രെച്ച് ചെയ്യുമ്പോൾ ലെങ്ത് കൂടും, പക്ഷെ അത് എത്രയും നമുക്ക് തന്നിട്ടില്ല. നമ്മൾ തൽക്കാലം L' എന്ന് വിളിച്ച്. മാറാത്തത് ആരാടാ? വോളിയം മാറൂല. ഓക്കെ, നമുക്ക് R is equal to ρL/A എന്നുള്ള ഒരു ഇക്വേഷൻ അറിയുന്നുണ്ടാവും. മറക്കരുത്, വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഇക്വേഷൻ ആണ് R is equal to ρL/A. ഓക്കെ, പക്ഷെ ഇവിടെ എന്താ പ്രശ്നം? ഇവിടെ ഏരിയ എത്രയും മാറും നമുക്കറിയാം. πr² ടേംസിലോട്ട് മാറ്റിയാൽ നമുക്ക് ആ ഏരിയത്തിൻ്റെ മാറ്റം നമുക്ക് മനസ്സിലാവും. നമുക്ക് πr² ടേംസിൽ എഴുതാം ρL/πr². ഓക്കെ, പക്ഷെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഇവിടെ ലെങ്ത് എത്ര മാറുന്നു നമുക്കറിയില്ല. സോ നമ്മൾ എന്ത് ചെയ്ത്? രണ്ട് ഭാഗത്തും ഏരിയ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് ഇൻറ്റു ഏരിയ മീൻസ് πr² ഇൻറ്റു ഏരിയ πr². ഓക്കെ, സോ ഇതെന്തുമായിട്ട് മാറും? ലെങ്ത്തിൻ്റെ ഏരിയ എന്താണ്? വോളിയം. ρV/πr² ഇൻറ്റു πr². എത്ര വരും? π² R⁴ എന്ന് വരും. ക്ലിയർ? സോ ρV, എന്താണ്? റെസിസ്റ്റിവിറ്റി ഓഫ് മെറ്റീരിയൽ. വോളിയം ഇവിടെ സ്ട്രെച്ച് ചെയ്യണം, മാറുന്നില്ല. റെസിസ്റ്റിവിറ്റി ഓഫ് മെറ്റീരിയൽ മാറുന്നില്ല. π² ഒരു കോൺസ്റ്റന്റ് ആണ്. സോ നമുക്ക് എന്ത് എഴുതാം? ഓൺ സ്ട്രെച്ചിങ് R പ്രൊപ്പോർഷണൽ ടു R⁴. അതായത് നിങ്ങളൊരു വയർ പിടിച്ച് വലിക്കുകയാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ റെസിസ്റ്റൻസിലുള്ള വേരിയേഷൻ കാണാൻ എന്ത് കണ്ടാൽ മതി? റേഡിയസിലുള്ള വേരിയേഷൻ കണ്ടാൽ മതി. സോ നമുക്ക് എന്ത് എഴുതാം? R'/R is equal to R² ഡിവൈഡഡ് ബൈ R/2 ഹോൾ സ്ക്വയർ എന്ന് എഴുതാം. R' പുതിയ ആളെ റെസിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ അയാൾ റേഡിയസിൻ്റെ (4) റൈറ്റ്? (4) അല്ല, (4) മാറിപ്പോരുതേ. ഓക്കെ, (4) ഇനി പരിപാടി കഴിഞ്ഞ് R⁴ ഇൻറ്റു 2⁴. R/2ൻ്റെ അടിയിലുള്ള 2 മുകളിലോട്ട് വരുമ്പോൾ 2⁴ ഡിവൈഡഡ് ബൈ R⁴. ഈ R-ഉം R⁴ വെട്ടിപ്പോവും. സോ നമുക്ക് കിട്ടും R' is equal to 16R എന്ന് കിട്ടും. പരിപാടി കഴിഞ്ഞ്. ഓപ്ഷൻ ഏതാടാ? ഓപ്ഷൻ D. ഓക്കെ, സോ തൽക്കാലം നമ്മൾ എന്ത് ചെയ്യണേ? കറണ്ട്, ഇലക്ട്രിസിറ്റി അല്ലെങ്കിൽ കറണ്ടും ലൈറ്റും നമ്മൾ ചെറുതായിട്ട് ഡിസ്കസ് ചെയ്തേ, അതിലുള്ള കുറച്ച് തിയറീസ് ഒക്കെ പറഞ്ഞേ. ഓക്കെ, ഇനി ഇതുപോലെ ഫിസിക്സിൻ്റെ ക്ലാസ്സസ് ഇവിടെ നിൽക്കുന്നില്ല, നമ്മൾ വേറൊരു ക്ലാസ് വരും. അതുവരെ നിങ്ങൾ ലൈറ്റും ഇലക്ട്രിസിറ്റിയും ബാക്കിയുള്ള ചാപ്റ്റേഴ്സൊക്കെ പഠിക്കാം.
STSC MSAT നന്നായിട്ട് എഴുതാം. എല്ലാവർക്കും നല്ല മാർക്ക് കിട്ടട്ടെ, സ്കോളർഷിപ്സ് കിട്ടട്ടെ. ഓൾ ദ ബെസ്റ്റ്.